ഹലോ. സോഷ്യൽ മീഡിയ നമ്മുടെ കുട്ടികളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണല്ലേ ഇത്. എന്നാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നും അത് എത്രത്തോളം പേടിപ്പെടുത്തുന്ന ഒന്നാണെന്ന് മനസ്സിലാക്കി തരുന്ന ന്യൂസുകളാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. ഇപ്പൊ ഇന്ന് തന്നെ ഓർക്കാണിക്കുന്നത് വെഞ്ഞാറമൂട് 23 വയസ്സുള്ള ഒരു യുവാവ് കുടുംബത്തിലെ 6 പേരെ ചുറ്റിക കൊണ്ട് തലക്കടിച്ചു പോകുന്ന വാർത്ത കേട്ടിട്ടാണ്. എത്ര പേടിപ്പെടുത്തുന്ന ഒരു കാര്യമാണല്ലേ. നമുക്കൊക്കെ അത് കേൾക്കുമ്പോൾ തന്നെ കൈയും കാലം വിറയ്ക്കും. അത്തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവനെ പ്രേരിപ്പിച്ചത് എന്താവും? പോലീസ് പറയുന്നു അവൻ ലഹരിക്ക് അടിമയാണ്, ലഹരി ഉപയോഗിക്കാറുണ്ടെന്നുള്ളതിനുള്ള തെളിവുകളുണ്ടെന്ന്. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഇപ്പോൾ പല ന്യൂസുകളുടെയും പിന്നാലെ നമ്മൾ കേൾക്കാറുണ്ട് ലഹരിക്ക് അടിമയായിരുന്നു, ലഹരി ഉപയോഗിക്കാറുണ്ട് അല്ലെ. അവിടെ ചെന്നപ്പോൾ റീസെന്റ് ആയിട്ട് കഴിഞ്ഞ ആഴ്ച തന്നെ ഇത്തരത്തിലുള്ള ഒരു ന്യൂസ് നമ്മൾ കേട്ടിരുന്നു. ഒരു കുട്ടി എറണാകുളത്ത് പോയി നിന്നു, അവിടെ നിന്ന് ലഹരിക്ക് അടിമയായി എന്നിട്ട് സ്വന്തം അച്ഛനെ വെട്ടിക്കൊന്ന വാർത്ത. അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ കുട്ടികൾ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാവാം? അങ്ങനെ ചിന്തിക്കുന്നിടത്താണ് നല്ലൊരു പാരന്റിങ്ങിന്റെ അല്ലെങ്കിൽ നല്ലൊരു പ്രോപ്പർ ഗൈഡൻസ് എത്രത്തോളം നമ്മുടെ കമ്മിങ് ജനറേഷന് വളർന്നു വരുന്ന കുട്ടികൾക്ക് അത്യാവശ്യമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു കാര്യം ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ വിചാരിക്കുന്നത്? അതായത് ഒരു കുട്ടി ജനിച്ച് അവൻ നടക്കാൻ തുടങ്ങിയാൽ, അവൻ തനിയെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയാൽ, അവൻ സ്കൂളിൽ പോകാൻ തുടങ്ങിയാൽ തീരുന്നതാണോ നമ്മൾ പാരന്റ്സിന്റെ അല്ലെങ്കിൽ മുതിർന്നവരുടെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്? ഒരിക്കലുമല്ല. എന്നാൽ ഇനി അവന് വേണ്ട പൈസയൊക്കെ കൊടുത്ത് നല്ല സ്കൂളിലൊക്കെ വിട്ട് എഡ്യൂക്കേഷണലി ക്വാളിഫൈഡ് ആക്കിയാൽ തീരുന്നതാണോ? ഞാൻ പറയും ഒരിക്കലും അല്ലെന്ന്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനോട് ഒപ്പം തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു വ്യക്തി അവൻ മെന്റലി ഇമോഷണലി സ്ട്രോങ് ആയിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം. നമ്മൾ ഇപ്പോൾ നെഗ്ലക്ട് ചെയ്ത് വിടുന്ന ഒരു കാര്യം കൂടിയാണ്. എത്ര മൈൻഡിലെ ഒരു വ്യക്തിയെ നല്ലൊരു പേഴ്സണായിട്ട് എപ്പോഴും നിർത്തുന്നത് സ്റ്റേബിൾ ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എഡ്യൂക്കേഷനിൽ എത്ര ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും നല്ലൊരു മൈൻഡ് കൂടെ നമുക്കില്ലെങ്കിൽ നമുക്ക് ആ ഒരു എഡ്യൂക്കേഷൻ കൊണ്ട് നമ്മളെപ്പോഴും പറയില്ലേ, വിദ്യാഭ്യാസവും വിവേകവും രണ്ടാണെന്നുള്ളത് അല്ലേ. നമുക്കൊരു വിവേചന ബുദ്ധിയുണ്ട്, നമുക്കൊരു വകതിരിവുണ്ടാവണം, കാര്യങ്ങൾ ശരി ഏതാണ് തെറ്റേതാണ്, നമുക്ക് വേണ്ടത് എന്താണ് വേണ്ടാത്തത് എന്താണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്യാനും അല്ലെങ്കിൽ ഇതൊക്കെ സ്വയം മനസ്സിലാക്കാനും അതിനനുസരിച്ച് ജീവിക്കാനുള്ള ഒരു കഴിവ് എപ്പോഴും നമുക്ക് ഉണ്ടാവണം. അതില്ലെങ്കിൽ നമ്മൾ എത്ര എഡ്യൂക്കേഷനിൽ ക്വാളിഫൈഡ് ആണെന്ന് പറഞ്ഞാലും എത്ര പൈസ ഉണ്ടാക്കി എന്ന് പറഞ്ഞാലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനം ഇല്ലാതെ പോകും. സോ അവിടെയാണ് നമ്മളൊരു നല്ല മൈൻഡ് സെറ്റ് ഉള്ള ഒരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യേണ്ടതിന് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇത്തരത്തിലുള്ള ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്, എവിടെയാണ് നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഒരു ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കില്ല വേറൊരാൾക്ക്, എൻ്റെ ലൈഫ് ആയിരിക്കില്ല വേറൊരാളുടെ എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ വ്യക്തിയും ഹോൾഡ് ചെയ്യുന്ന ട്രോമാസ് ഉണ്ടാവാം, അവർക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഇമോഷൻസ് ഉണ്ടാവാം, അൺഹീൽഡ് ആയിട്ടുള്ള വൂൺസ് ഉണ്ടാവാം. അതൊക്കെ ഉണ്ടല്ലേ. ഓരോരുത്തരുടെ മുറിവുകൾ എന്തൊക്കെയാണ്, അവരുടെ വേദനകൾ എന്തൊക്കെയാണെന്നുള്ളത് ഒരു പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാനായിട്ട് പറ്റില്ല. അവിടെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അവർക്ക് സംസാരിക്കാൻ, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് തോന്നുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അവരുടെ ഒരു ആരാണ് അവരെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്നത്, അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവരെവിടെയൊക്കെ പോകുന്നു, അവർ ആരോടൊക്കെ സംസാരിക്കുന്നു അല്ലെ, അവരെന്തൊക്കെ കാണുന്നു. ഇപ്പം നമ്മുടെയൊക്കെ ചൈൽഡ്ഹുഡിൽ നമുക്ക് ഫോണൊന്നും ഇതുപോലെ ആക്സസിബിൾ അല്ല. പക്ഷേ ഇന്ന് ഉണ്ടായി വീഴുന്ന കുട്ടി തൊട്ട് എല്ലാവർക്കും ഫോൺ കയ്യിൽ ഉണ്ട് അല്ലെ. എന്തൊക്കെയാണ് അവർ കാണുന്നത് ഒന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മളൊന്ന് യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ വീഡിയോസ് ആണ് നമുക്ക് ആക്സസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലെ കുട്ടികൾ കാണുന്നുണ്ട്. അവർ ഫോൺ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോസ് ഒക്കെ അവർക്കും കിട്ടുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് അവരുടെ മൈൻഡിൽ കൂടെ കടന്നു പോകുന്നത്. അപ്പോൾ വലിയൊരാൾ പെർസീവ് ചെയ്യുന്ന പോലെയോ അതിനെ ഉൾക്കൊള്ളുന്ന പോലെയോ ആയിരിക്കില്ല അവരുടെ മുന്നിൽ ഇത് എത്തുന്നത്. എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അറിയില്ല, നമ്മുടെ ഫോണിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, ഡിജിറ്റൽ വെൽബീങ് ആൻഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട്. അതിൽ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ എത്ര സമയം ഏത് ആപ്ലിക്കേഷനാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മൾ എവറിഡേ ബേസിസിൽ അതൊന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ അവർ ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ത് കാണാൻ വേണ്ടിയിട്ടാണ്, ഏത് ആപ്ലിക്കേഷനിലാണെന്നൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റും. അതുപോലെ ടൈം സെറ്റ് ചെയ്യുക അവർക്ക് ഫോൺ കൊടുക്കുന്ന സമയത്ത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളൊരു ടൈമും അതിന് വേണ്ടിയിട്ടുള്ള മനസ്സും കണ്ടെത്തുക എന്നുള്ളതാണ്. എന്തിനു വേണ്ടി? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. എല്ലാ ദിവസവും അവരോട് സംസാരിക്കുക, അവരിന്ന് എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കഴിച്ചു, ആരോടൊക്കെ സംസാരിച്ചു, അങ്ങനെ അവർ കണ്ടതും കേട്ടതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് ഒരുക്കി വെക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറയുന്ന പോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ലേൺ ചെയ്യുക എന്നുള്ളതിനോടൊപ്പം തന്നെ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യമാണ് ലേൺ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളത്. എപ്പോഴും നമ്മൾ പറയും നമ്മൾ ലേൺ ചെയ്തുകൊണ്ടേയിരിക്കണം, ടു ദ എൻഡ് ഓഫ് അവർ ലൈഫ് വേണ്ട ഒരു കാര്യമാണ് ലേണിംഗ് എന്നുള്ളത്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് എന്ന് പറയും. ലേൺ, അൺലേൺ, റീലേൺ, ഈ 3 ടേംസും നമ്മുടെ ലൈഫിൽ ഒരുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ്. ഇതിലെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് പഠിച്ച കുറേ കാര്യങ്ങൾ ഇന്നത്തെ ഒരു ജനറേഷനിൽ ഒട്ടും വാലിഡ് അല്ലാതായി മാറിയിട്ടുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? അൺലേൺ ചെയ്ത് കളയാം, മറന്നു കളഞ്ഞേക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചെടുക്കേണ്ട, നമ്മൾ ലേൺ ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മൾ പഠിക്കുക, അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളും ചേഞ്ച് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പണ്ടത്തെ കുറേ മൈൻഡ് സെറ്റ് വെച്ചിട്ട് നമ്മൾ നമ്മുടെ കുട്ടികളെ ഡീൽ ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഒട്ടും ആപ്റ്റായിരിക്കില്ല അതിന് അല്ലേ. അപ്പോൾ നമ്മളും എന്ത് ചെയ്യുക, കുറേ കാര്യങ്ങൾ അൺലേൺ ചെയ്യുക, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കുക, എപ്പോഴും നല്ല ഫ്രണ്ട്സ് ആയിട്ടിരിക്കുക നമ്മളുടെ കുട്ടികൾക്ക്. അപ്പോൾ അവർക്ക് എന്തുണ്ടെങ്കിലും നമ്മുടെ അടുത്ത് വന്ന് പറയാൻ പറ്റും. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ എത്ര നല്ല പാരൻസ് ആണെങ്കിലും ചിലപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് മിസ്റ്റേക്സ് പറ്റാം അല്ലേ. കാരണം അവർ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നവരാണ്. അവരെ സറൗണ്ട് ചെയ്ത് നിൽക്കുന്ന കുട്ടികളുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല, അവർ ഏത് തരം ബിഹേവിയർ ഉള്ളവരാണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മുടെ കൺട്രോളിന് അപ്പുറത്തുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലൊക്കെ നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? അവർക്ക് എന്ത് നമ്മുടെ അടുത്ത് വന്ന് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ അവരുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്, അവർ എന്തൊക്കെ കാര്യങ്ങൾ കണ്ടു, കേട്ടു, എക്സ്പീരിയൻസ് ചെയ്തു, ഇതൊക്കെ നമ്മുടെ അടുത്ത് വന്ന് പറയും. അപ്പോൾ അതിൽ നമുക്ക് ശരി തെറ്റുകൾ തിരുത്തി കൊടുക്കാനും നന്നായിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഈ ഒരു നല്ലൊരു ഗൈഡൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു 2-way പ്രോസസ് ആണെന്ന് നമുക്ക് പറയാം. അവർ ഗ്രോ ചെയ്യുന്നു, അവരോടൊപ്പം തന്നെ നമ്മൾ ഗ്രോ ചെയ്യുന്നു, നമ്മൾ ലേൺ ചെയ്യുന്നു അല്ലേ. അപ്പോൾ ഒരു നല്ലൊരു ഫാമിലി, നല്ലൊരു ജനറേഷൻ, നല്ലൊരു മൈൻഡ് സെറ്റ് ഉള്ളൊരു ജനറേഷനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. സോ
എല്ലാവർക്കും എല്ലാം നല്ലതായിട്ട് വരട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു.